സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. നാളെ മുതൽ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, അങ്ങനെ കഴിഞ്ഞ 2-3 ആഴ്ചയായി കേരളത്തിൽ മഴ ശക്തമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു. മഴക്കെടുതികളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിനൊരു ആശ്വാസമായി മഴ ശക്തി കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് അലർട്ടുകൾ ഉള്ളത്? കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മലയാളികളെ ഏറെ ആശങ്കയിലാക്കുകയും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും മഴക്കെടുതി കാരണം നിരവധി ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും വീടുകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ശക്തമായ മഴയ്ക്ക് മാറ്റം വരികയാണ്. ഇന്ന് 7 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത്. അത് നാളെ മുതൽ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും വരുന്ന കുറച്ച് ദിവസങ്ങളിലെങ്കിലും ഒരു ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം ലഭിക്കുന്ന അറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും തെക്കൻ ജില്ലകളിലും, വടക്കാണെങ്കിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ 7 ജില്ലകളിലാണ് മഴയുടെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ യെല്ലോ അലർട്ട് ഉള്ളത്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ശക്തമായ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. പക്ഷേ നാളെ മുതൽ തെളിഞ്ഞ ആകാശമായിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും ജില്ലകളിൽ യെല്ലോ അലർട്ട് പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതേസമയം തീരപ്രദേശത്തുള്ളവർക്ക് ഇപ്പോഴും പൂർണ്ണമായി ആശ്വസിക്കാനുള്ള സാഹചര്യമായിട്ടില്ല. ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് 40 കിലോമീറ്റർ 50 കിലോമീറ്റർ കാറ്റിന് ചില ഘട്ടങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പ്. എന്തായാലും മഴയുടെ ശക്തി കുറയുന്നുണ്ട്. അതേസമയം തീരപ്രദേശത്തിൽ പൂർണ്ണമായും കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുമില്ല.